guys, welcome back to Mellow Desk Diaries. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എൻ്റെ ഫിസിക്സ് നോട്ടൊക്കെ ആയിട്ടാണ്. പിന്നെ ഇന്ന് സൈലം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും അല്ല. ഇതെൻ്റെ സ്കൂളിലത്തെ ഫിസിക്സ് നോട്ടാണ്. ഞങ്ങളുടെ സ്കൂളിൽ സെക്കൻഡ് ലെസൺ ആയിട്ടുള്ള ലെൻസസ് എന്നുള്ള ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ കുറേ ലെൻസൊക്കെ വരയ്ക്കാറുണ്ട്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, പിന്നെ ഇമേജ് ഫോർമേഷൻ എവിടെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ 10th ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ടോട്ടലായിട്ട് കോൺവെക്സ് ലെൻസിൻ്റെ കാറ്റഗറിയിൽ ഞങ്ങളുടെ ടീച്ചർ 12 ഇമേജസ് ആയിരുന്നു വരയ്ക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരു ലെൻസ് ഞങ്ങളുടെ ടീച്ചറുടെ ഒപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പറഞ്ഞ മെഷർമെൻറ്റിൽ വരച്ച് തന്നു. ബാക്കിയെല്ലാം ടീച്ചർ പറഞ്ഞ മെഷർമെൻറ്റിൽ വീട്ടിൽ നിന്നായിരുന്നു വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ 6 ഞാൻ പിറ്റേ ദിവസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന്. ബാക്കി 6 ഞാൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ബാക്കി 6 വരയ്ക്കുന്ന ദിവസം ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നില്ല. ലിറ്റിൽ കച്ചിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങൾ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന്. സോ ആ സമയത്തായിരുന്നു ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 6 ഇമേജ് ഫോർമേഷനും വരയ്ക്കാനുണ്ടായിരുന്നത്. സോ പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് വരച്ച് തന്നു നോക്കിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടഫായിരുന്നു. ബിക്കോസ് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചറൊപ്പം വരച്ചിട്ട് പോകുന്ന സെയിം ഇതല്ലല്ലോ. ഇത് ഓരോന്നും നോക്കി കുറേ നിരീക്ഷിച്ച് മായച്ചിട്ടൊക്കെയാണ് വരയ്ക്കുന്നത്. പിന്നെ എനിക്ക് അതിനേക്കാളും ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ കോൺകേവ് ലെൻസാണ്. സംഭവം കോൺവെക്സ് ലെൻസ് ഞാൻ ഓൾറെഡി വരച്ച് വെച്ച ലെൻസിൻ്റെ മേലെ കൂടെ ഇമേജ് എങ്ങനെയാണ് ഫോം ആവുക എന്നുള്ള റേസ് മാത്രം വരച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ കോൺകേവ് ലെൻസിന് എനിക്ക് എങ്ങനെയാണെന്ന് വരയ്ക്കേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നോക്കിയിട്ടായിരുന്നു ഞാൻ വരച്ചത്. പിന്നെ ഒന്ന് കിട്ടിയപ്പോൾ ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഇടയിൽ കോഫി കൊണ്ടുവന്ന് തന്നു. പിന്നെ ഞാൻ കോഫി എല്ലാം കുടിച്ചിട്ട് വേഗം വരച്ചു. പിന്നെ മൊത്തത്തിൽ ടോട്ടലായിട്ട് 6 കോൺകേവ് ലെൻസായിരുന്നു വരയ്ക്കാനുള്ളത്. അതിൽ ഒന്ന് പ്ലെയിനായിട്ട് വാട്ട് ഈസ് കോൺകേവ് ലെൻസ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ള സംഭവമായിരുന്നു. ബാക്കി 2 റേസ് എങ്ങനെയാണ് പോകാമെന്നുള്ളതും. പിന്നെ ബാക്കി 3 ടീച്ചർ പ്ലെയിനായിട്ട് വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ടീച്ചർ ക്ലാസ്സിൽ പോയിട്ട് ഇമേജ് ഫോർമേഷനൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് എപ്പോഴും കൂടുതലായിട്ട് കാണുന്നത് സ്പീഡായിരിക്കും അല്ലെങ്കിൽ ടൈം ലാപ്സ് ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല. ഞാനിപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ 2 മിനിറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമാണ്. ഇത് ഞാൻ സ്ലോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് പിന്നെ ഫുള്ള് ലാഗായിരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ഇങ്ങനത്തെ വീഡിയോ വേണമെന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് കമൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, അടുത്തതൊക്കെ ആ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നോർമലി ഞാൻ എപ്പോഴും രാവിലെ 4 മണിക്ക് എണിച്ചിട്ട് തന്നെ ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യണത്. വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോഴായിരിക്കും ഫോൺ കിട്ടുക, പിന്നെ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, അങ്ങനത്തെ കുറച്ച് റീസൺസൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ വേഗം എല്ലാ ഇമേജസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സമയം 6 മണി ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 8 മണിക്ക് സ്കൂളിൽ പോകണം. പിന്നെ ഇത് സംഭവം ഞാൻ ASMR ഉദ്ദേശിച്ചാണ്. ASMR ആയിട്ടുള്ള എന്തൊക്കെയോ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പിന്നെ അടുത്ത വീഡിയോ എന്ത് വേണമെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.